പാർത്ഥ, ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ഒരു പ്രായമുണ്ട്. അത് നമുക്ക് പലർക്കും അറിയില്ല. ചില രാജ്യത്ത് അത് നിർബന്ധിതമാണ്. ആ പ്രായത്തിൽ മാത്രമേ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്നുള്ളതാണ്. അത്തരമൊരു രാജ്യം ഇപ്പോൾ 92 വർഷത്തെ നിയമം പുതുക്കിയിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് 16 വയസ്സായാൽ മാത്രമേ ഇനി ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് മുതിരാവൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത്തരം ചില നിയമങ്ങൾ വളരെ പ്രയോജനം ഉള്ളതല്ലേ? ഇപ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് ഒരു പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് ഒരു പ്രായപരിധി നിശ്ചയിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ രാജ്യത്തെ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്, അല്ലേ? തീർച്ചയായും ആ രാജ്യത്തെ അഭിനന്ദിക്കണമെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർ മാതൃകയാക്കണമെന്നും കൂടിയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാര്യം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായാലും ചില ശാസ്ത്രീയമായ തെളിവുകളുടെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ചില മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ, ശാരീരികമായ വളർച്ചകൾ, ഹോർമോണിൻ്റെ കൃത്യമായ വേരിയേഷനുകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പ്രായം നിശ്ചയിക്കപ്പെടുന്നത്. ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി, അടുത്തൊരു ജീവനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രകൃതി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പവിത്രമായ ഒരു കാര്യമാണ് അത്. പക്ഷേ അതിനനുസൃതമായ ചില ശേഷി പെൺകുട്ടികളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വരാവൂ. ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് ഞാനും ധന്യയും ഇവിടെ നിന്ന് ചർച്ച ചെയ്തതുപോലെ ഇറാനിലും ഇറാഖിലും ഒക്കെ നടന്നതുപോലെ വലിയ ബ്ലീഡിങ്ങുകൾ വന്ന് മരണപ്പെടുന്ന കൊച്ചു കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സെക്ഷൽ അബ്യൂസിങ് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടികളുമായിട്ട് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. കല്യാണത്തിനുമൊക്കെ ഒരു പ്രായം നടപ്പിലാക്കിയത്, നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ താഴെയുള്ള ഏത് കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോക്സോ എന്ന് പറയുന്ന അതിഗുരുതരമായ വകുപ്പിട്ട് കേസെടുക്കുകയും ആ കേസിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിലേക്ക് നിയമം കർശനമാക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫിലിപ്പീൻസിലാണ് ഇത്തരമൊരു നിയമം ഇവർ പാസ്സാക്കിയിട്ടുള്ളത്. ഫിലിപ്പീൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റാണ് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ പേര് റോഡിഗ്രോ ഡുട്ടർട്ടെ എന്ന് പറയുന്ന പ്രസിഡന്റാണ് അവിടെ ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കാൻ വേണ്ടി ആദ്യം മുൻകൈ എടുക്കുന്നത്. അതവിടെ സെനറ്റിലൊക്കെ പാസ്സാക്കി, അവിടുത്തെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ചതോടുകൂടി അത് നിയമമായി വന്നു. അവിടെ ഫിലിപ്പീൻസിൽ 12 വയസ്സ് ആയിരുന്നു ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഈ 12 വയസ്സ് എന്ന് പറയാൻ നമുക്കറിയാം കൊച്ചുകുട്ടികളാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കറിയാം, പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഈ 8 വയസ്സും 9 വയസ്സും ഒക്കെ വിവാഹത്തിനുള്ള അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രായമായിട്ട് കണക്കാക്കുന്നുണ്ട്. 18 വയസ്സ് എന്ന് വെറുതെ ഒരു സാങ്കേതികമായി കൊടുക്കുകയും ചെറിയ കൊച്ചു കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കുകയും അത് വളരെ പുണ്യമാണ് എന്ന് കരുതുന്ന അമ്മമാരുള്ള നാടാണ് അവിടെ. ഇപ്പം പറയും മതം പറയുകയാണോ എന്ന്. മതം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ രാഷ്ട്രങ്ങളിൽ അവരുടെ അറബ് രാജ്യങ്ങൾ അല്ല ഞാൻ പറയുന്നത്. അറബ് രാജ്യങ്ങൾ ഒരുപാട് മാറി. ഇപ്പം ഇസ്ലാമികമായ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഈ ഷിയ ഭരണകൂടങ്ങളൊക്കെ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ഇത് നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഹിന്ദു രാജ്യങ്ങളിൽ, ഇപ്പം ഞാൻ ഇസ്ലാമിനെ മാത്രം പറഞ്ഞു എന്നുള്ള നിലയിൽ എൻ്റെ നേർക്ക് വരും. ഹിന്ദു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പോലും ശൈശവ വിവാഹം വളരെ സ്ട്രോങ് ആയി നടന്നിരുന്നു. ഇതിനെ ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഭരണകൂടം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അവിടെ ഭരണകൂടം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ശൈശവ വിവാഹം നടത്തി കൊടുക്കുകയും ആ ശൈശവ വിവാഹം ഒരു ആരാധനയുടെ ഭാഗമാണ്, ഇപ്പം എൻ്റെ മതത്തിൻ്റെ, എൻ്റെ ദേവിയുടെ അല്ലെങ്കിൽ എൻ്റെ ദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദു സമൂഹവും ഇവിടെയുണ്ട്. ഇത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത് വളരെ ഗുരുതരമാണ് എന്നാണ്. മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല, ആഫ്രിക്കൻ ഗോത്രവർഗ മതവിഭാഗങ്ങളിലൊക്കെ ഇത് ഗുരുതരമായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് നിരോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഫിലിപ്പീൻസ് 12 വയസ്സിൽ നിന്ന് അത് 16 വയസ്സിലേക്കാക്കി എന്ന് പറയുന്നത് ഏറെ സന്തോഷകരവും ഏറെ അഭിമാനിക്കാവുന്നതുമാണ്. അത് മാത്രമല്ല വാർത്ത, 12 വയസ്സിൽ അല്ല 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ഇനി ആരെങ്കിലും ലൈംഗിക ബന്ധത്തിൽ പെടുത്തിയാൽ
അവർക്ക് 40 വർഷം വരെയാണ് ഫിലിപ്പീനിയൻ സർക്കാർ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 40 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നാണ് പറയുന്നത്. ലൈംഗിക ബന്ധത്തിന് ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിച്ച രാജ്യം നൈജീരിയയാണ്. ഇവിടെ 11 വയസ്സാണ് പ്രായപരിധി. തൊട്ടു പിന്നാലെയായിരുന്നു ഫിലിപ്പീനിയൻസിന്റെ സ്ഥാനം. ഫിലിപ്പീനിയൻസ് കുട്ടികൾക്ക് നേരെ വ്യാപകമായി ലൈംഗിക ആക്രമണം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് പ്രായപരിധി ഉയർത്തിയത്. ലൈംഗിക അതിക്രമം നേരിടുന്നവരിൽ 10ൽ 7 പേരും കുട്ടികളാണെന്നാണ് റിപ്പോർട്ട്. 13 മുതൽ 17 വരെ പ്രായത്തിനിടെ 5ൽ 1 കുട്ടി ലൈംഗിക അതിക്രമം നേരിടുന്നു. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഈ ഒരു നിയമത്തെയൊക്കെ സ്വാഗതം ചെയ്തു വന്നിട്ടുണ്ട്. 1980-കൾ മുതൽ പ്രായം ഉയർത്താൻ ശ്രമിച്ചു വരികയാണ് ഫിലിപ്പീനിയൻ സർക്കാർ. മുൻ നിയമം വേട്ടക്കാരെ സംരക്ഷിക്കുന്നതാണെന്നാണ് വിമർശകർ പറയുന്നത്. കാരണം അവർ ഇരകളുടെ സമ്മതം അവകാശപ്പെടാനാകുമായിരുന്നു. 12 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പലപ്പോഴും നിർബന്ധിക്കുകയോ നിശബ്ദരാക്കുകയോ ചെയ്യുകയായിരുന്നു. നിലവിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പിഴവുകൾ കാരണമാണ് സെക്സ് ട്രാഫിക്, കൗമാര ഗർഭധാരണം എന്നിവ വർദ്ധിക്കുന്നത്. നിയമനിർമ്മാണം പുതിയൊരു നാഴികക്കല്ലാണ്. ലൈംഗിക അതിക്രമം, ദുരുപയോഗം, ചൂഷണം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിലുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടാണ് ഇതെന്നാണ് ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് യുനിസെഫ് പ്രസ്താവനയിൽ പറഞ്ഞത്. കൃത്യമാണല്ലോ, കൃത്യമാണല്ലോ. നല്ല നിയമമാണ്. യുനിസെഫിന്റെ ആ ഒരു എന്താണ് മാർഗനിർദ്ദേശവും അവർ പുറത്തിറക്കിയിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പം UN-ന്റെ തന്നെ ശിശു ക്ഷേമ സമിതിയുണ്ട്, കുട്ടികളുടെ കാര്യം അന്വേഷിക്കുന്ന സംവിധാനമുണ്ട്, സംഘടനയുണ്ട്. അവർ പ്രത്യേക വിഭാഗമാണ്. ഇപ്പം യുനെസ്കോയ്ക്കും അതുപോലെ തന്നെ UN-നൊക്കെ ഇത്തരം ചില പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അപ്പം അവരൊക്കെ പഠനങ്ങൾ നടത്തിയിട്ട് പറയുന്നത് ശൈശവ വിവാഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ കൂടുതലാണ്. പക്ഷേ അമേരിക്കയും അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അതിൽ കർശനമായിട്ടുള്ള ഈ നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു. അതുപോലെ ഇന്ത്യയും പാസ്സാക്കിയിരിക്കുന്നു. ഒപ്പം ശ്രീലങ്കയിലുണ്ട്. ഇപ്പം മറ്റു ചില രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിലാണ് ഇപ്പം ഇതിനെ എതിരായിക്കൊണ്ട് ചില നിയമങ്ങളുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്കും കർശനമായ നിർദ്ദേശം UN നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. കാരണം ഏത് മതവിഭാഗവുമായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ഇനി അതല്ല പാർസിയോ, സിഖോ, ബുദ്ധനോ, ജൈനനോ, ഏത് മതമോ ക്രിസ്ത്യാനിറ്റിയോ ഏതും ആയിക്കോട്ടെ, ഇതെല്ലാവരും ഒരേ രീതിയിലുള്ള മനുഷ്യന്മാരാണ്. അടിച്ചാൽ, അതായത് നമ്മുടെ നുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് വേദന വരും, കുത്തിയാൽ നമുക്ക് ചോര വരും. അതുപോലെ തന്നെ നമ്മളെ വിചാരങ്ങളും എല്ലാം ഉള്ളത് ഒരേ മനുഷ്യ ശരീരമാണ്. നിറങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, പെരുമാറ്റങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ ശരീരത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ദഹനവും ഉപാപചയവും അതുപോലെ തന്നെ നമ്മൾ ഓർമ്മിക്കുന്ന കാര്യങ്ങളും ലൈംഗികതയും ഒക്കെ എല്ലാ മനുഷ്യനും ഒരേ മെറ്റബോളിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ കാണുകയും അവരുടെ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴാണോ ലൈംഗിക ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ പോകേണ്ടത് ആ ഒരു സമയം എത്തുമ്പോൾ അതിന് ശാസ്ത്രീയമായ ഗൈഡ് ലൈനുകൾ പാലിച്ചുകൊണ്ട് ആ രീതിയിൽ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷയ്ക്ക് നമുക്ക് വക നൽകുന്നതാണ്. ഒപ്പം തന്നെ ഏതൊക്കെ പുരുഷന്മാർ ഇവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള കാര്യം, അതായത് ഇപ്പം ഞാൻ പറയാം, 20 വയസ്സുള്ള അല്ലെങ്കിൽ 16 വയസ്സുള്ള അല്ലെങ്കിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ഈ 60 വയസ്സുകാരന് 80 വയസ്സുകാരന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പല തരത്തിലുള്ള ശാസ്ത്രീയമായി നമ്മുടെ ശാരീരികമായ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇറാനിൽ ഈ അടുത്തൊരു കുട്ടി യമനിൽ രക്തസ്രാവം വന്ന് മരണപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ശാരീരികമായ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അവിടെ പലതിനും ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടൊന്നും ആയിരുന്നില്ല പരമ്പരാഗതമായി നമ്മൾ വിവാഹങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഒരേ ഏജിലുള്ള 1, 2, 3 വയസ്സ് കൂടുതലുള്ള അങ്ങനെയൊക്കെ ഒരു കൃത്യമായൊരു ഗൈഡ് ലൈൻ പാലിച്ചുകൊണ്ട് ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാലപീഡനം എന്ന് പറയുന്നത്, ശിശുക്കൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്, കുട്ടികളെ ലൈംഗിക അരാജകത്വത്തിൻ്റെ വേദിയാക്കി മാറ്റുന്ന ആളുകൾക്കെതിരായിക്കൊണ്ട് ഇത്തരത്തിലൊരു നിയമം പാസ്സായി എന്ന് പറയുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതുപോലെ 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് എന്നുള്ളത് ആവണം വിവാഹബന്ധത്തിനുള്ള പ്രായമെന്നതും അതുവഴി അവർക്ക് അവർക്ക് പഠിക്കാനും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ സ്വപ്നങ്ങളെ കാണാനും അവർക്ക് കൂടുതൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ വരണമെന്നും ലൈംഗിക വിദ്യാഭ്യാസം എല്ലാവർക്കും ലോകത്ത് സാർവത്രികമായ ലൈംഗിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തണമെന്നുമുള്ള അഭിപ്രായം കൂടെ എനിക്കുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളിലെ മതനിയമങ്ങളെയും ഗോത്രാചാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ആചാരങ്ങളെയും അനാചാരങ്ങളെയും നമ്മൾ എതിർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും ആ രീതിയിൽ തന്നെ തുടരട്ടെ
എന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ.